എല്ലാവർക്കും മൈഗ്രെയിൻ വരാതിരിക്കാനാണ് ആഗ്രഹം. പക്ഷെ അവർ അന്വേഷിക്കുന്നത് അത് വരുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളാവും. കുറെ പേര് മൈഗ്രെയിൻ വരുമ്പോ മാത്രം പ്രോപ്പറായ ട്രീറ്റ്മെന്റ് എടുക്കും. ചിലപ്പോൾ എപ്പോഴെങ്കിലും ആവും, അല്ലെങ്കിൽ മാസത്തിൽ 3-4 തവണ വരാം. പെയിൻ കുറയുമ്പോൾ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും മൈഗ്രെയിൻ വരുമ്പോഴായിരിക്കും ട്രീറ്റ്മെന്റിനെ പറ്റി അവർ ചിന്തിക്കുക. തലവേദന വന്നിട്ട് ചികിത്സിക്കുന്നതല്ല, വരാതിരിക്കാൻ എന്താണ് ചെയ്യുക എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ മൈഗ്രെയിൻ കൂടുതലായി വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുക, പെയിനിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക. ഈ രീതിയിലുള്ള മാനേജ്മെന്റ് ആണ് ആവശ്യം. ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ എല്ലാവരിലും ഒരുപോലെ ആവില്ല. സോ ഓരോ മൈഗ്രെയിൻ പേഷ്യന്റിലും അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, മറ്റസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും ഫാക്ടേഴ്സ് മൈഗ്രെയിനുമായി കോറിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിച്ചാണ് അവർക്ക് വേണ്ട മെഡിസിൻസും എക്സസൈസും ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നിർദ്ദേശിക്കുക. ഇങ്ങനെ കറക്റ്റ് ട്രീറ്റ്മെന്റിനോടൊപ്പം ഹെൽത്തി ലൈഫ് സ്റ്റൈലും നോക്കുമ്പോൾ മൈഗ്രെയിനും അതിന്റെ ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നത് കാണാം. മൈഗ്രെയിൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യുമല്ലോ. ബൈ.